കേന്ദ്ര സർക്കാർ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഭാരതരി കേരളത്തിലും എത്തിയിരിക്കുന്നു. ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയൽ ഭാരതരി വിപണിയിൽ ഇറക്കിയതിനൊപ്പം കേരളത്തിൽ തൃശ്ശൂരിലും ഈ അരിയുടെ വിതരണം ആരംഭിക്കുകയായിരുന്നു. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ 5 കിലോയുടെയും 10 കിലോയുടെയും പാക്കറ്റുകളിലായാണ് അരിയുടെ വിതരണം. രാജ്യത്ത് കേന്ദ്രീയ ഭണ്ഡാർ, നാഫെഡ്, NCCS എന്നിവയുടെ കടകളിലും മൊബൈൽ ഔട്ട്ലെറ്റുകളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുമായാണ് അരി വിതരണം ചെയ്തത്. ഈ വാണിജ്യ ഔട്ട്ലെറ്റുകളിലൂടെയും അരി വിതരണം ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ്. ഡൽഹിയിൽ അരി വിതരണത്തിന് തുടക്കം കുറിച്ച മന്ത്രി പീയൂഷ് ഗോയൽ അരി വിൽക്കുന്ന 100 മൊബൈൽ വാനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുകയുമുണ്ടായി. ഭാരത് ആട്ട, ഭാരത് ദാൽ എന്നിവ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ രാജ്യത്തെ 2000 നഗരങ്ങളിൽ തുറന്നിരുന്നു. വൻ വിജയകരമായ ഈ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് അരിയും ഇപ്രകാരം വിതരണം ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഭാരത് അരിയുടെ വിതരണത്തിന് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം ടൺ അരിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. സംഭരണശാലകളിൽ വലിയ തോതിൽ ശേഖരിച്ചിട്ടുള്ള അരി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ സൗജന്യ നിരക്കിൽ ഇങ്ങനെ വിതരണം ചെയ്തത്. സാധാരണ ജനങ്ങളുടെയും കർഷകരുടെയും ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി 80 കോടിയിലേറെ ആളുകൾക്കാണ് സൗജന്യമായി അരി നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി 2028 വരെ നീട്ടിയിരിക്കുകയാണ്. ആരും പട്ടിണി കിടക്കരുതെന്ന ഉദ്ദേശത്തോടെയാണ് മോദി സർക്കാർ ഇത് ചെയ്യുന്നത്. ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യ പോഷകാഹാര പദ്ധതിയാണ് ഇതെന്നറിയുമ്പോൾ മോദി സർക്കാർ ജനക്ഷേമത്തിന് നൽകുന്ന മുൻഗണന മനസ്സിലാക്കാൻ കഴിയും. ഇതിനു പുറമെ രാജ്യത്തെ ഭക്ഷ്യ വിതരണ ശൃംഖല വഴിയും മറ്റ് നിരവധി പദ്ധതികൾ വഴിയും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് വിതരണത്തിന് തുടക്കം കുറിച്ച ഭാരത് അരി എത്തിച്ചത് നാഷണൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ NCCS വാനുകളിലായാണ്. വലിയ തിരക്കാണ് ഈ അരി വാങ്ങാൻ അനുഭവപ്പെട്ടത്. 150 ചാക്ക് പൊന്നി അരിയാണ് മണിക്കൂറുകൾക്കകം വിറ്റഴിച്ചത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേരും അരി ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ. എന്നാൽ അരി ഉൽപ്പാദനം വൻതോതിൽ കുറഞ്ഞു വരുന്നതിനാൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ അരി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിലെ അരി വിപണി വളരെ വലുതാണ്. അരി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ യാതൊരു നിർദ്ദേശവുമില്ലാത്ത പിണറായി സർക്കാരിന്റെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഭാരത് അരി കേരളത്തിലേക്ക് എത്തുന്നത്. കിലോയ്ക്ക് 50-ലധികം രൂപ നൽകിയാണ് പൊതുവിപണിയിൽ നിന്നും ആളുകൾ അരി വാങ്ങുന്നത്. ഇതിന്റെ പകുതി വിലയ്ക്ക് അരി കിട്ടുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും. എന്നാൽ കേരളത്തിൽ ആവശ്യക്കാർക്കൊക്കെ ഭാരതരി എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ടോ എന്നത് ഒരു പ്രശ്നമാണ്. അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവൻ അരി എത്തിക്കാനാണ് NCCS തീരുമാനം. തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ സഹകരണ സംഘങ്ങളിലൂടെ അരി ലഭ്യമാക്കുമെന്നാണ് അറിയുന്നത്. ഈ വാണിജ്യ പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി വിതരണം കേരളത്തിൽ പ്രായോഗികമാണ്. ഇതിന് കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാരിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് അരി ലഭിക്കുന്നത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഇഷ്ടമാവില്ല. അവർ എങ്ങനെയെങ്കിലും ഇതിന് ഇടങ്കോലിടാൻ നോക്കും. കോവിഡ് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി കേന്ദ്രം നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ സ്വന്തം പേരിൽ സഞ്ചികളിലാക്കി വിതരണം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയവരാണല്ലോ ഇവർ. ഭാരത് അരിയുടെ കാര്യത്തിൽ ഇതിനുള്ള അവസരമില്ലാത്തത് പിണറായി സർക്കാരിന് രുചിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതൊക്കെ മുന്നിൽ കണ്ട് ഭാരത് അരിയുടെ വിതരണം കേരളത്തിൽ സുഗമമാക്കാൻ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയായ BJPക്ക് പ്രത്യേക ചുമതലയുണ്ട്. അത് നിർവഹിച്ചാൽ കൂടുതൽ ജനപിന്തുണ അവർക്ക് ലഭിക്കും. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസവും ഉണ്ടാകും.